കഴിഞ്ഞ കുറച്ചു ദിവസമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മറ്റ് വിഷയങ്ങളെക്കാൾ ഉയർന്നുകേട്ട പേരുകളായിരുന്നു ഇന്ത്യൻ കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനിയുടെയും അംബാനിയുടെയും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പലപ്പോഴും ഈ പേരുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് BJPക്കെതിരെ ആയുധമാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ വിഷയം മോദി രാഹുലിനെതിരായി തിരിച്ചുവിടാൻ ശ്രമിച്ചപ്പോഴാണ് കൂടുതൽ ചർച്ചയായി അദാനി അംബാനിമാർ മാറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അംബാനി അദാനി ഗ്രൂപ്പുകൾക്കെതിരെ ഒന്നും പറയുന്നില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം. ഇരു വ്യവസായ ഭീമന്മാരിൽ നിന്നും കോൺഗ്രസിന് ലോറികൾ നിറയെ കള്ളപ്പണം ലഭിച്ചോ എന്നും മോദി ചോദിച്ചിരുന്നു. ഇതിനു മറുപടിയായി എത്തിയ രാഹുൽ തനിക്കിവരെ വിമർശിക്കാൻ യാതൊരു മടിയുമില്ലെന്നും പറയുകയായിരുന്നു. തനിക്ക് കിട്ടിയ അതേ നാണയത്തിൽ മോദി തിരിച്ചടിക്കാൻ ശ്രമിച്ചപ്പോൾ യാതൊരു ഗുണവും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം സ്ഥിരമായി അംബാനിയെയും അദാനിയെയും വിമർശനം ഉന്നയിച്ചിരുന്ന രാഹുൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് റാലികളിലെ രാഹുലിന്റെ പ്രസംഗങ്ങൾ വ്യക്തമാക്കുന്നത്. മെയ് 2 കർണാടകയിലെ ശിവമോഗയിൽ നടത്തിയ റാലിയിൽ അദാനിയെയും അംബാനിയെയും മോദി സഹായിക്കുകയാണെന്ന് രാഹുൽ കടന്നാക്രമിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വത്ത് മുഴുവൻ അദാനിയെയും അംബാനിയെയും പോലുള്ളവരുടെ പോക്കറ്റിലാക്കി കൊടുത്തു. എന്നാൽ ഞങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളെ കോടിപതികളാക്കാൻ പോവുകയാണ്, രാഹുൽ പറഞ്ഞു. മെയ് 4 ഡൽഹിയിൽ നടത്തിയ റാലിയിൽ മാധ്യമങ്ങളെയും സർക്കാരിനെയും ചേർത്തായിരുന്നു രാഹുലിന്റെ വിമർശനം. ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും ദരിദ്രരും മാധ്യമരംഗത്തില്ല. ഏറ്റവും വലിയ 200 കമ്പനികൾ എടുത്തു പരിശോധിക്കൂ. അവയുടെ പ്രധാന തസ്തികകളിൽ ഒരു ആദിവാസിയോ ദളിതനെയോ പിന്നോക്കക്കാരനെയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങളുടെയോ ബന്ധുക്കളുടെ ഏതെങ്കിലും വായ്പ എഴുതി തള്ളിയിട്ടുണ്ടോ? അദാനിയുടെ 16 ലക്ഷം കോടിയുടെ വായ്പ എഴുതി തള്ളി. അദാനി ഉൾപ്പെടെ 22 കോടീശ്വരന്മാരുടെ വായ്പ എഴുതി തള്ളി. മെയ് 5 തെലങ്കാനയിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഇത് വീണ്ടും ആവർത്തിച്ചു. രാജ്യത്തെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും പ്രതിരോധ മേഖലയും വ്യവസായങ്ങളും ഒരാൾക്ക് മാത്രമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരെഴുതി നൽകിയെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം. മധ്യപ്രദേശിൽ മെയ് 6 നടത്തിയ പ്രസംഗത്തിലായിരുന്നു രാഹുലിന്റെ അടുത്ത അദാനി അംബാനി വിമർശനം. പൊതുമേഖലയെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. രാജ്യം ഭരിക്കുന്നത് 22-25 പേരാണ്. ആരൊക്കെയാണ് ഇവർ? നിങ്ങളുടെ ഭൂമിയിലും വനത്തിലും ജലത്തിലും കണ്ണുള്ള അദാനിയെ പോലുള്ള കോടീശ്വരന്മാരാണ് ഇവർ. BJP ഇവയെല്ലാം തട്ടിയെടുത്ത് അവർക്ക് നൽകും. ഇവർ നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. നിങ്ങൾ അദാനിയുടെ പേര് കേട്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രിക്ക് നിങ്ങളുടെ മണ്ണും ജലവും തട്ടിയെടുത്ത് അദാനിക്ക് നൽകണമെന്നാണ്. എല്ലാ വിമാനത്താവളങ്ങളും വൈദ്യുത നിലയങ്ങളും തുറമുഖങ്ങളും മോദി നൽകിയത് ഈ 22 പേർക്കാണ്. അദ്ദേഹം ഒരിക്കലും നിങ്ങളുടെ വായ്പകൾ എഴുതി തള്ളിയിട്ടില്ല. പക്ഷേ ഈ 22 പേരുടെ വായ്പകൾ എഴുതി തള്ളി. അദാനിയെ പോലുള്ളവരുടെ 16 ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുതി തള്ളിയതിനെക്കുറിച്ചും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രാഹുൽ പറഞ്ഞു. മോദി രാഹുലിനെതിരെ ഈ വിമർശനം ഉന്നയിച്ചതിന്റെ തൊട്ടു മുൻപത്തെ ദിവസവും രാഹുൽ ഗാന്ധി അദാനിക്കും മോദിക്കുമെതിരെ ശബ്ദമുയർത്തിയിരുന്നു. മെയ് 7 ജാർഖണ്ഡിൽ നടത്തിയ റാലിയിൽ ആദിവാസികളുടെ ഭൂമി മോദി തട്ടിയെടുത്ത് അദാനിക്ക് നൽകുന്നുവെന്നായിരുന്നു രാഹുൽ ആരോപണം ഉന്നയിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ മോദിയെ സമാന വിഷയത്തിൽ കടന്നാക്രമിച്ചിരുന്നു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന 2 ഭാരത് ജോഡോ യാത്രകളിലും രാഹുൽ അദാനി അംബാനി മോദി കൂട്ടുകെട്ട് വലിയ ചർച്ചയാക്കി. സ്ഥിരമായി അദാനിയെയും അംബാനിയെയും വിമർശിക്കുന്ന രാഹുലിന്റെ ശൈലിക്കെതിരെ BJP പലതവണ രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ. കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും.